ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഥകളിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. പാസേജുകൾ വായിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അതിൽ വരുന്ന പുതിയ വേർഡുകൾ പഠിക്കുന്നു, വൊക്കാബുലറി ബിൽഡ് ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഗ്രാമറുകളിലേക്കാൾ കൂടുതൽ നമ്മൾ വൊക്കാബുലറി ബിൽഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഗ്രാമർ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് കടക്കാം. പഞ്ചതന്ത്ര കഥകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ. എന്താണ് അർത്ഥം ഇംഗ്ലീഷിൽ? വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ. ഇന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇൽ, എന്തിൽ. ദ സൗത്ത്, സൗത്ത് ഭാഗത്ത്. ഓഫ്, ഇന്ത്യ, ഇന്ത്യയുടെ സൗത്ത് ഭാഗത്ത്. ദർ വാസ്, അവിടെയുണ്ടായിരുന്നു. എ, ഒരു സിറ്റി, ഒരു ടൗൺ ഉണ്ടായിരുന്നു. കോൾഡ്, ആ സിറ്റി വിളിക്കപ്പെട്ടു. മഹിളരൂപ്യം, മഹിളരൂപ്യം എന്നാണ് ആ സിറ്റി വിളിക്കപ്പെട്ടത്. എ കിങ്, ഒരു രാജാവ്. ബൈ എന്ന് പറഞ്ഞാൽ ആൽ, എന്താണ് അർത്ഥം? ആൽ എന്നാണ് അർത്ഥം, മരല്ല കേട്ടോ, ആൽ. ബൈ ദ നെയിം, ഇന്ന പേരിനാൽ. ദ നെയിം, പേരിനാൽ അയാൾ വിളിക്കപ്പെട്ടു. ഓഫ്, എൻ്റെ പേര്. എന്ത് പേര്? അമർ ശക്തി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അമർ ശക്തി. ലിവ്ഡ്, അദ്ദേഹം ജീവിച്ചു. ദേർ, അവിടെ. ഞാൻ സെൻറ്റൻസ് ഒന്നുകൂടി പറഞ്ഞുതരാം. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ. ഇൻ ദ സൗത്ത് ഓഫ് ഇന്ത്യ, ഇൽ ദ സൗത്ത് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സൗത്ത് ഭാഗത്ത്. ദേർ വാസ്, അവിടെ ഉണ്ടായിരുന്നു. എ സിറ്റി, ഒരു സിറ്റി. ഇവിടെ എ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം മനസ്സിലാക്കി കണ്ടോ? എ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു എന്നാണ് അർത്ഥം കേട്ടോ. എ സിറ്റി, ഒരു സിറ്റി. കോൾഡ്, ആ രാജ്യം വിളിക്കപ്പെട്ടു. വിളിക്കപ്പെട്ടു എന്താണ് അർത്ഥം? വിളിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു. ഞാൻ കാര്യം പറഞ്ഞുതരാം. അവിടെ വിളിക്കപ്പെട്ടു, എന്ത്? മഹിളരൂപ്യം എന്നാണ് വിളിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഏതൊരു വേർഡിനെ എടുത്താലും നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് 4 പാർട്ടാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ കോൾ എന്ന വെർബിനെ നമ്മൾ എടുക്കുകയാണ് അല്ലേ, CALL, കോൾ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് 4 ഫോംസ് വരിക എന്ന് പറഞ്ഞാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1, കോൾ, വിളിക്കുന്നു. 2, കോൾഡ്, വിളിച്ചു. 3, കോളിംഗ്, വിളിക്കുന്ന. 4, കോൾഡ്, വിളിക്കപ്പെട്ട. ഇനി വേറെ എഴുതി തരാം. ഈ മീനിങ്സ് ഞാൻ പറയുന്ന മീനിങ് ശ്രദ്ധിക്കണ്ടോ? ലേൺ, പഠിക്കുന്നു. ലേൺഡ്, പഠിച്ചു. ലേണിംഗ്, പഠിക്കുന്ന. ലേൺഡ്, പഠിക്കപ്പെട്ടു കേട്ടോ. അപ്പോൾ ഏതൊരു വെർബ്, ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഏതൊരു വെർബിനെടുത്താലും അതിന് 4 ഫോംസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് പോകാം. ഓക്കെ, ഹി, അവൻ. എന്താ ഹി എന്നാണ്? അവൻ എന്നാണ് അർത്ഥം. വാസ്, ആയിരുന്നു. എ, ഒരു. വെരി, വളരെ. ലേൺഡ്, പഠിച്ച. ഹി, അവൻ. വാസ്, ആയിരുന്നു. എ, ഒരു. വെരി ലേൺഡ്, വളരെ പഠിച്ച. മാൻ, മനുഷ്യനായിരുന്നു. ആൻഡ്, പിന്നെ. ഇവിടെ ആൻഡിന് എന്നർത്ഥം പിന്നെ, മാത്രമല്ല. എക്സ്ട്രീംലി, അങ്ങേയറ്റം. അക്കംപ്ലിഷ്ഡ്, എക്സ്ട്രീംലി പറഞ്ഞാൽ അങ്ങേയറ്റം. അക്കംപ്ലിഷ്ഡ് എന്ന് പറയണമെങ്കിൽ പ്രാഗൽഭ്യമുള്ളവനായിരുന്നു. ഇൽ വാരിയസ്, വ്യത്യസ്തമായ. വാരിയസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ. ആർട്സ്, കലകളിൽ. ആൻഡ്, പിന്നെ. സ്കിൽസ്, കഴിവുകളിലും അദ്ദേഹം എന്തായിരുന്നു? പ്രാഗൽഭ്യമുള്ളവനായിരുന്നു. അപ്പം ഇങ്ങനെ പറയാം, ഹി വാസ്, അവനായിരുന്നു. എ, ഒരു. വെരി, വളരെ. ലേൺഡ്, പഠിച്ച. മാൻ, മനുഷ്യനായിരുന്നു. ആൻഡ്, പിന്നെ. എക്സ്ട്രീംലി, അങ്ങേയറ്റം. അക്കംപ്ലിഷ്ഡ്, പ്രാഗൽഭ്യമുള്ളവനായിരുന്നു. ഇൽ, എന്തിൽ. വാരിയസ്, വ്യത്യസ്തമായ. ആർട്സ്, കലകളിൽ. ആൻഡ്, പിന്നെ. സ്കിൽസ്, കഴിവുകളിലും. ദ കിങ്, രാജാവ്. ഹാഡ്, അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹാഡ് എന്ന് പറഞ്ഞ അർത്ഥം? ഉണ്ടായിരുന്നു. ഹാഡ് എന്ന് പറഞ്ഞ അർത്ഥം? ഉണ്ടായിരുന്നു. അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഉണ്ടായിരുന്നു. ഇനി ഹാവ് എന്ന് പറഞ്ഞ അർത്ഥം? ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഉണ്ട്. എന്താണ് അർത്ഥം? ഉണ്ട്. അപ്പോൾ ഹാസ്, ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അല്ലേ. വാസ്, വേറെന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടായിരുന്നു. വാസിന് എന്തിൻ്റെ അർത്ഥം? ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറിന് എന്തർത്ഥമുണ്ട്? ഉണ്ടായിരുന്നു. ഈസിൻ്റെ അർത്ഥം എന്താണ്? ആകുന്നു. ആറിൻ്റെ അർത്ഥം എന്താണ്? ആകുന്നു. ദ കിങ് ഹാഡ്, രാജാവിനുണ്ടായിരുന്നു. 3 സൺസ്, കുട്ടികളുണ്ടായിരുന്നു. കോൾഡ്, അവർ വിളിക്കപ്പെട്ടു. എന്ത്? ബഹുശക്തി. ഒന്നാമത്തെ പേരെന്താണ്? ബഹുശക്തി. ഉഗ്രശക്തി, രണ്ടാമത്തെ ആളുടെ പേരെന്താണ്? ഉഗ്രശക്തി. ആൻഡ്, പിന്നെ. അനന്തശക്തി, മൂന്നാമത്തെ ആളുടെ പേരെന്താണ്? അനന്തശക്തി.
ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ബഹുശക്തി നമ്പർ 1 ഒരു മകൻ്റെ പേര്, അത് കഴിഞ്ഞാൽ പിന്നെ കോമയാണ് ഇട്ടിരിക്കുന്നത് അല്ലേ. ഉഗ്രശക്തി രണ്ടാമത്തെ ആൾ കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടിരിക്കുന്നത് എന്താണ്? ആൻഡ് ആണ്. അപ്പോൾ 2, 3, 4 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് ശേഷം കോമയാണ് ഇടുക. അവസാനത്തെ കാര്യത്തിൻ്റെ മുന്നേ നമ്മൾ ആൻഡ് ഇടും. എല്ലായിടത്തും ആൻഡ് ഉപയോഗിക്കരുത്. 3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, 1, 2, 2ൻ്റെ ഇടയിൽ കോമയാണ്. മൂന്നാമത്തെ കാര്യത്തിന് മുന്നേ ആൻഡ്, അവസാനത്തെ കാര്യത്തിൻ്റെ മുന്നേ ആൻഡ്. ഇനി 5 കാര്യം പറയുകയാണെങ്കിൽ 1 മുതൽ 4 വരെയുള്ള കാര്യങ്ങൾ 3, 1ൻ്റെ ശേഷം കോമ, 2ൻ്റെ ശേഷം കോമ, 3ൻ്റെ ശേഷം കോമ, 4ൻ്റെ ശേഷം ആൻഡ്, പിന്നെ 5ാമത്തെ കാര്യം. 5 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ക്ലിയർ ആയല്ലോ. അപ്പോൾ 3 മക്കൾ, ഹൂ എങ്ങനെയുള്ള, ഹൂ എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ? എങ്ങനെയുള്ള മക്കൾ, വേർ അവരായിരുന്നു. വാസിന് ആയിരുന്നു എന്നർത്ഥമുണ്ട്, ഉണ്ടായിരുന്നു എന്നർത്ഥമുണ്ട്. അപ്പോൾ കോണ്ടക്സ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ മാറ്റി മാറ്റി വെക്കണം. വാസിനും വേറിന് എന്താ അർത്ഥമുണ്ട്? ആയിരുന്നു, ഉണ്ടായിരുന്നു എന്ന അർത്ഥമുണ്ട് കേട്ടോ. കോണ്ടക്സ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ അർത്ഥം മാറ്റി വെക്കണം. ഹൂ എങ്ങനെയുള്ള മക്കൾ, വേർ അവരായിരുന്നു, കംപ്ലീറ്റ് പൂർണ്ണമായും, ഡെഡ്സ് ഒരു ഉപകാരവുമില്ലാത്തവരായിരുന്നു. ഡെഡ്സ് പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാത്ത പാഴ്വസ്തുക്കളായിരുന്നു. ആൻഡ് പിന്നെ, ഹാഡ് അവർക്കുണ്ടായിരുന്നു, നോ ഇല്ല. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റ് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. വാട്ട്സോവർ ഒന്നിലും, ഇൻ സ്റ്റഡിയിങ് പഠിക്കുന്ന ഒരു കാര്യത്തിൽ അവർക്ക് എന്തുണ്ടായിരുന്നില്ല? ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹാസ്, ഹാവ് ഉണ്ട്, ഹാഡന ഉണ്ടായിരുന്നു. അപ്പോൾ ഹാഡ്, ഇവിടെ ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കണം. ഹാഡ് അവർക്കുണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നു? എന്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്? ഹാഡ് അവർക്ക് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, പിന്നെ നോ പറഞ്ഞു, പിന്നെ നെഗറ്റീവ് ആക്കി. അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം. അവർക്കുണ്ടായിരുന്നില്ല ഇൻട്രസ്റ്റ്, താല്പര്യമുണ്ടായിരുന്നില്ല. വാട്ട്സെവർ ഒന്നിലും, ഇൻ സ്റ്റഡിയും പഠിക്കുന്നതിൽ. റിയലൈസിങ് ദിസ് ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്. ഈ ദിസിൻ്റെ പ്ലൂറൽ എന്താണ്? ദിസിൻ്റെ പ്ലൂറൽ ദിസ് ഇത്, അതിൻ്റെ പ്ലൂറാണ് ദീസ് ഇവകൾ. ദിസ് ഇത്, ദീസ് ഇവകൾ. റിയലൈസിങ് ദിസ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട്, ദ കിങ് രാജാവ്, അസംബിൾഡ് ഒരുമിച്ച് കൂട്ടി, അസംബിൾ ഒരുമിച്ച് കൂട്ടുക, അസംബിൾഡ് ഒരുമിച്ച് കൂട്ടി, അസംബ്ലിങ് ഒരുമിച്ച് കൂട്ടുന്ന, അസംബിൾഡ് ഒരുമിച്ച് കൂട്ടപ്പെട്ട. അപ്പോൾ അസംബിൾഡ് ഒരുമിച്ച് കൂട്ടി, ഹിസ് അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റേഴ്സ് മന്ത്രിമാരെ, ആൻഡ് പിന്നെ അഡ്രസ്ഡ് അദ്ദേഹം അഭിസംബോധനം ചെയ്തു, ദം അവരെ. ദം എന്ന് പറഞ്ഞ അർത്ഥം അവരെ, ദം അവരെ, ഇൻ ഇൽ, ദീസ് ഈ വേർഡ്സ് ഈ വാക്കുകളിൽ. ഇവിടെ കണ്ടോ, ദേ എന്ന് പറഞ്ഞ എന്താർത്ഥം? ദേ അവർ, എന്താർത്ഥം? അവർ. ദം എന്ന് പറഞ്ഞ എന്താർത്ഥം? ദം അവരെ, എന്താണ് അർത്ഥം? അവരെ. ഹീ എന്ന് പറഞ്ഞ എന്താർത്ഥം? ഹീ എന്ന് പറഞ്ഞ എന്താർത്ഥം? അവൻ അല്ലേ, അവൻ. എന്നാ ഹിം എന്ന് പറഞ്ഞ എന്താർത്ഥം? ഹിം. ഹിം എന്ന് പറഞ്ഞ എന്താർത്ഥം? അവനെ. ഷീ എന്ന് പറഞ്ഞ അർത്ഥം? ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഹെർ എന്ന് പറഞ്ഞ എന്താർത്ഥം? ഹെർ അവളെ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരം വേർഡുകളൊക്കെ എന്ത് ചെയ്യണം? ഇത്തരം വൊക്കാബുലറികളൊക്കെ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ എന്താണ് അഭിസംബോധന ചെയ്തത്? ജെന്റിൽമാൻ. എന്താണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്? ജെന്റിൽമാൻ. യു നിങ്ങൾ, ഓൾറെഡി ആദ്യമേ, നിങ്ങൾ ആദ്യമേ, നോ അറിയുന്നു. എന്തറിയുന്നു? ഹൗ എങ്ങനെ, ഇഗ്നോറൻറ്റ് വിവരമില്ലാത്തവരാണ്, മൈ എൻ്റെ, സൺസ് കുട്ടികൾ, ആർ ആകുന്നു. അപ്പം എന്താ സെൻറ്റൻസ്? ജെന്റിൽമാൻ നിങ്ങൾ, യു നിങ്ങൾ, ഓൾറെഡി ആദ്യമേ, നോസ് അറിയുന്നു. എന്ത്? ഹൗ ഇഗ്നോറൻറ്റ് എത്ര വിവരമില്ലാത്തവർ, മൈ സൺസ് എൻ്റെ കുട്ടികൾ, ആർ ആകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഈസ് ആർ എന്നർത്ഥം? ആകുന്നു. ഈസ് ആർ എന്ന് പറഞ്ഞ എന്താർത്ഥം? ഈസ് എന്ന് പറഞ്ഞാൽ ഈസ് എന്ന് പറഞ്ഞ എന്താർത്ഥം അല്ലേ? ദേ അവർ, ദേ അവർ, ഹാവ് അവർക്കുണ്ട്, നോ ഇല്ല. അതായത് ദേ ഹാവ് അവർക്കുണ്ട്, നോ ഇല്ല, അതായത് അവർക്കില്ല. അണ്ടർസ്റ്റാൻഡിങ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. എന്തിൽ? വാട്ട്സോ എവർ ഒരു കാര്യത്തിലും. ലുക്കിംഗ് അറ്റ് ദം അവരെ നോക്കിക്കൊണ്ട്. ലുക്കിംഗ് അറ്റ് ദം എന്ന് പറഞ്ഞാൽ അവരെ നോക്കിക്കൊണ്ട്. ഐ എനിക്ക്, കനോട്ട് എനിക്ക് കഴിയില്ല. എൻജോയ് ആസ്വദിക്കാൻ കഴിയില്ല. മൈ എൻ്റെ, കിങ്ഡം എൻ്റെ രാജ്യം. കിങ്ഡം എന്ന് പറഞ്ഞാൽ രാജ്യം. ആസ് ആയിട്ട്. ആസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആയിട്ട്, ആയിട്ട്. ആസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആയിട്ട്. ദേ അവർ, സേ ദേ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ,
സേ പറയുന്നു. ജനങ്ങൾ പറയുന്നവരായിട്ട് എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾ എന്താ പറയണത്? അൺബോൺ, ജനിക്കാൻ തന്നെ പാടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ മക്കൾ. അൺബോൺ, ജനിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനത്തെ മക്കൾ എന്നെൻ്റെ മക്കളെ പറ്റി അവർ പറയുന്നുണ്ട്. ഡെഡ്, ഒരു ഉപകാരവുമില്ലാത്ത, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അല്ലേ, ഒരു ഉപകാരവുമില്ലാത്ത. ആൻഡ് പിന്നെ സ്റ്റുപ്പിഡ്, വിവരമില്ലാത്ത സൺസ്, കുട്ടികൾ എന്നെൻ്റെ കുട്ടികളെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എൻ്റെ രാജഭരണം ആസ്വദിക്കാൻ കഴിയുന്നില്ല. ക്ലിയർ ആയോ? ഇവിടെ കണ്ടോ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൺബോൺ നമ്പർ 1 അല്ലേ, 2 ഡെഡ്, ഒരു കാര്യവുമില്ലാത്ത, 3 സ്റ്റുപ്പിഡ് സൺസ്. 3 കാര്യം പറഞ്ഞു. ഒന്നിന് ശേഷം കോമയാണ് ഇട്ടത് അല്ലേ, 2ന് ശേഷം അവസാനത്തെ കാര്യം സ്റ്റുപ്പിഡ് സൺസ്, മൂന്നാമത്തെ അവസാനത്തെ കാര്യത്തിന് മുന്നേ എന്താണ് ഇട്ടത്? ആൻഡ് ആണ് ഇട്ടത്. ക്ലിയർ ആയോ? അപ്പം അങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ദ ഫസ്റ്റ്, ആദ്യത്തെ വേണ്ട, ഫസ്റ്റ് സൂപ്പർലെറ്റീവ് ഡിഗ്രി, അതായത് ഫസ്റ്റ്, മോസ്റ്റ്, അതുപോലെ തന്നെ 21st ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സ്റ്റ് ശേഷം വരുന്ന സാധനങ്ങൾ അല്ലേ, സൂപ്പർലെറ്റീവ് ഡിഗ്രിക്ക് മുന്നേ എപ്പോഴും എന്ത് ചെയ്യണം? ദ ഉപയോഗിക്കണം കേട്ടോ. ദ ഫസ്റ്റ് 2, ആദ്യത്തെ 2 മക്കൾ ടു ബി പ്രിഫേർഡ്, പിന്നെയും കുറച്ചൊക്കെ തിരക്കടില്ല. പ്രിഫേർഡ് എന്നാൽ പ്രിഫർ ചെയ്യാന്നറിയില്ല, നമുക്ക് എടുക്കാൻ പറ്റും. ടു ബി പ്രിഫേർഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ വേണ്ടി, ആർക്ക് വേണ്ടി? അവർക്ക്, അതായത് എൻ്റെ മക്കളെ പറ്റി പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി. കോസ്, എൻ്റെ മക്കൾ കാരണക്കാരാകുന്നുണ്ട്. സോറോ, ദുഃഖത്തിന്. ഓൺലി വൺസ്, എപ്പോഴെങ്കിലും ഒരിക്കൽ. ഓൺലി മാത്രം, വൺസ് ഒരിക്കൽ മാത്രം. ഫോർ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. കോസ്, ഈ മക്കൾ കാരണമാകുന്നുണ്ട്. സോറോ, ദുഃഖത്തിന് കാരണമാകുന്നുണ്ട്. ഓൺലി വൺസ്, ഒരിക്കൽ മാത്രം. വൈൽസ്റ്റ്, അതേസമയം. വൈൽസ്റ്റ് എന്ന് പറഞ്ഞാൽ അതേസമയം. സ്റ്റുപ്പിഡ് സൺസ്, വിവരമില്ലാത്ത ഈ മക്കൾ. അവരാകുന്നു. ഒരു ടോർണമെൻ്റ്, ഒരു സഫറിങ്, ഒരു പ്രയാസമാകുന്നു. ടു ദ ഹാർട്ട്, ഹൃദയത്തിന്. ടിൽ, വരെ. ടിൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വരെ. ടിൽ 7 o'clock എന്ന് പറഞ്ഞാൽ 7 മണി വരെ. ടിൽ 8 o'clock 8 മണി വരെ. ടിൽ ദ എൻഡ്, അവസാനം വരെ. ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അവസാനം വരെ അവരെന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് ഒരു ദുഃഖമായി മാറുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ആൻഡ്, പിന്നെ. എന്താർത്ഥം? ആൻഡ്, പിന്നെ. ആൻഡ്, പിന്നെ. ഇത് മാത്രമല്ല. വാട്ട്, എന്താണ്? വാട്ട്, എന്ത്. ഈസ്, ആകുന്നു. വാട്ട് ഈസ്, എന്താകുന്നു. ദ ഗുഡ്, ഒരു നല്ല കാര്യം പറയാൻ പറ്റുന്നത്. ഓഫ്, ഇൻ്റെ എ കൗ, ഒരു പശുവിൻ്റെ. ഒരു പശു. വാട്ട് ഈസ്, എന്താകുന്നു. ദ ഗുഡ്, ഗുഡായ ഒരു കാര്യം. ഓഫ് എ കൗ, ഒരു പശുവിൻ്റെ കാര്യത്തിൽ എന്താണ് ഒരു നല്ല കാര്യം. എങ്ങനത്തെ പശു? ഒരു പശുവിൻ്റെ കാര്യത്തിൽ എന്താണ് നല്ലത് പറയാൻ പറ്റുക? എങ്ങനത്തെ പശുവിൻ്റെ കാര്യം? ദാറ്റ്, ആ പശു. ദാറ്റ് അത്. നെയ്തർ, ഒരിക്കലും. ബിയേഴ്സ്, അത് എന്ത് ചെയ്യുന്നില്ല? അത് ഗർഭിണിയാകുന്നില്ല. ഒരു കാഫ്, പശുക്കുട്ടിയെ. നോർ, അല്ലെങ്കിൽ എന്തുമാകുന്നില്ല. ഗിവ്സ്, നൽകുന്നില്ല. മിൽക്ക്, പാലും നൽകുന്നില്ല. ഒരു കുഞ്ഞിന് ജന്മവും നൽകുന്നില്ല, ഒരു പശുക്കുട്ടിക്ക് ജന്മവും നൽകുന്നില്ല, പിന്നെ പാലും നൽകുന്നില്ല. അങ്ങനെയുള്ള ഒരു പശുവിനെ പറ്റി എന്താണ് ഒരു നല്ല അഭിപ്രായം പറയാ? ആൻഡ്, പിന്നെ. വാട്ട്, എന്ത്. ഈസ്, ആകുന്നു. ദ ഗുഡ്, ഒരു നല്ല കാര്യം. ഓഫ് എ സൺ, ഒരു സണ്ണിനെ പറ്റി, ഒരു മകനെ പറ്റി. എങ്ങനത്തെ മകൻ? കണ്ടോ, ഈ ഹൂ നിലിൻ്റെ ഉപയോഗം ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെയുള്ള മകൻ. ഈസ്, ആ മകനാകുന്നു. നെയ്തർ, എൻലൈറ്റൻഡ്. നെയ്തർ, ഇതൊരു യൂസേജ് ആണ് കേട്ടോ. നെയ്തർ നോർ, ഞാൻ പറഞ്ഞുതരാം. നെയ്തർ, ഒരിക്കലും. എൻലൈറ്റൻഡ്, ഒരു ബോധോദയം ഉള്ളവനാകുന്നില്ല. നോർ, മാത്രമല്ല. ഡിവോട്ടഡ്, ഒരു സമർപ്പിത മനസ്സുള്ള ആളും ആകുന്നില്ല. ഡിവോട്ടഡ് എന്ന് പറഞ്ഞാൽ ദൈവഭക്തനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കമ്മിറ്റഡ് ആയ ആളോ ആയി മാറുന്നില്ല. അങ്ങനത്തെ ഒരാളെ പറ്റി എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു മകനെ പറ്റി എങ്ങനെയാണ് നല്ലത് പറയുക? സോ, അതുകൊണ്ട് തന്നെ. സോ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ. ഇവിടെ എന്താർത്ഥം? സോക്ക് 2 അർത്ഥമുണ്ട്. അതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ. സോ, അങ്ങനെ. അതുകൊണ്ട്. പ്ലീസ്, ദയവ് ചെയ്ത്. ടെൽ മീ, എന്നോട് പറയൂ. വേസ്, വഴികളെപ്പറ്റി എന്നോട് പറയൂ. ആൻഡ്, പിന്നെ. മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർഗങ്ങളെപ്പറ്റി. മീൻസ് എന്നാൽ മാർഗങ്ങളെപ്പറ്റിയും. ബൈ വിച്ച്, എങ്ങനെയുള്ള. ബൈ വിച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള. എല്ലായിടത്തും വരും കേട്ടോ, ശ്രദ്ധിക്കണം. അതൊരു യൂസേജാണ്. ബൈ വിച്ച്, എങ്ങനെയുള്ള മാർഗം. മൈ സൺസ്, എൻ്റെ മക്കൾ. വുഡ് ബി, അവരാകും. വിൽ നന ആവുക, വുഡ് ആകും. ബി ആവുക, വുഡ് ബി അവരാകും.
എൻലൈറ്റൻഡ്, അവർ വിവരമുള്ളവരും ബോധോദയമുള്ളവരുമായി മാറും. അതിനുള്ള വഴികൾ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് പറഞ്ഞു തരണം എന്ന് മന്ത്രിമാരോട് ആര് പറയാണ്? രാജാവ് പറയുകയാണ്. ക്ലിയറായോ? ഇനി ഇതിൽ ചില യൂസേജുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ചില യൂസേജുകൾ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് മീനിങ്സ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പാസേജിൽ നിന്ന് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് ഞാനിനി പോകുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളൊരു യൂസേജാണ് നെയ്തർ നോർ. എന്താണ് നെയ്തർ? ഇവിടെ ഒരേ യൂസേജ് ഉണ്ട്, നെയ്തർ നോർ. വേറൊരു സ്ഥലത്ത് കൂടി കണ്ടല്ലോ നമ്മൾ, നെയ്തർ നോർ. എന്താണ് യൂസേജ്? നെയ്തർ നോർ. എന്താണ് യൂസേജ് നോക്കാം. ദാറ്റ്, ആ മകൻ, ദാറ്റ്, വാട്ട് ഈസ് ദ ഗുഡ് അബൌട്ട് എ ഗുഡ് ഓഫ് എ കൗ? എന്താണ് ഒരു പശുവിനെ പറ്റി നല്ലത് പറയാൻ പറ്റും? എങ്ങനത്തെ പശു? ദാറ്റ്, ആ പശു, നെയ്തർ ബിയസ്, അത് എന്ത് ചെയ്യുന്നില്ല, ഒരു കുഞ്ഞ്, നെയ്തർ ബിയസ്, ഗർഭം ധരിക്കുന്നില്ല, കാഫ്, ഒരു പശുവിന് ഗർഭം ധരിക്കുന്നുമില്ല, നോർ, മാത്രമല്ല ഗിവ്സ്, അത് നൽകുന്നില്ല, മിൽക്ക്, പശു പാലും നൽകുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്ത്? ബിയേഴ്സ് എ കാഫ്, ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നില്ല എന്നല്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഗിവ്സ് മിൽക്ക്, പാലും നൽകുന്നില്ല, രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചത്? നെയ്തർ ബിയേഴ്സ് എ കാഫ് നോർ ഗിവ്സ് എ മിൽക്ക്. ഇവിടെ നെയ്തർ വന്നാൽ ഉടനെ എന്ത് വരണം? രണ്ടാമത്തെ കാര്യത്തിന് മുന്നേറ്റ് നോർ വരണം. ക്ലിയറായോ? വേറൊരു കാര്യം കൂടി, ഹൂ, എങ്ങനെയുള്ള കുട്ടിയാണ്, ആൻഡ് പിന്നെ വാട്ട് ഈസ് ഗുഡ് അബൌട്ട് എ ഗുഡ് ഓഫ് എ സൺ, എന്താണ് ഈ കുട്ടിയെ പറ്റി നല്ലത് പറയാൻ പറ്റും? എങ്ങനത്തെ കുട്ടിയാണ്? ഹൂ, എങ്ങനത്തെ കുട്ടിയില്ലേ? ഹൂ, എങ്ങനെയുള്ള കുട്ടി, ഈസ്, അവനാകുന്നു, നെയ്തർ എൻലൈറ്റൻഡ്, ഒന്നാമത്തെ കാര്യം, നെയ്തർ എൻലൈറ്റൻഡ്, ഒന്നാമത്തെ കാര്യം, അവന് ബോധോദയം ഉണ്ടാവുന്നില്ല, നോർ, മാത്രമല്ല ഡിവോട്ടഡും ആകുന്നില്ല, രണ്ടാമത്തെ കാര്യം. അപ്പോൾ രണ്ട് കാര്യങ്ങളില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം? നെയ്തർ ഇത്, നെയ്തർ നോർ അത്, നെയ്തർ ഇത് നോർ അത്. നെയ്തർ എൻലൈറ്റൻഡ്, ബോധോദയം ഉണ്ടാവുന്നില്ല, നോർ ഡിവോട്ടഡ് ആകുന്നില്ല. നെയ്തർ ബിയസ് എ കാഫ്, ഒരു പശുക്കുട്ടിക്ക് ജന്മം നൽകുന്നില്ല, നോർ ഗിവ്സ് മിൽക്ക്, പാല് നൽകുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നെഗറ്റീവായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇത് ഉപയോഗിക്കുന്നത്. ക്ലിയറായോ? പിന്നെ ഇതിൽ പഠിക്കാനുണ്ടായ പ്രധാനപ്പെട്ട പിന്നെ ഇതിൽ പഠിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാക്കുകളാണെന്ത്? വാക്കുകൾ ഏതൊക്കെയാണ്? പിന്നെ ഇതിൽ പഠിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട യൂസേജാണ് ബൈ വിച്ച്, എങ്ങനെയുള്ള കേട്ടോ. ഈ യൂസേജ് ശരിക്കും പഠിച്ചു വെക്കണം. പ്ലീസ് ടെൽ മീ ദ വേയ്സ്, എനിക്ക് വഴികൾ പറഞ്ഞു തരിക. ആൻഡ് മീൻസ് എന്ന് പറഞ്ഞാൽ മാർഗ്ഗങ്ങൾ, മാർഗ്ഗങ്ങൾ പറഞ്ഞു തരിക. ബൈ വിച്ച്, എങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇങ്ങനെയുള്ള, ബൈ വിച്ച്, എങ്ങനെയുള്ള, അതെപ്പോഴും സെൻറ്റൻസിൽ വരുന്ന എങ്ങനെയുള്ള. മൈ സൺസ്, എൻ്റെ മക്കൾ, വുഡ് ബി, അവരാകും. വില്ല് ആവുക, ബി ആവുക, രണ്ടിനും അർത്ഥം ആവുക എന്നാണ്. വിൽ ബി പറഞ്ഞാൽ ആകും, വുഡ് ബി പറഞ്ഞാൽ ആവും. എൻലൈറ്റൻഡ്, അവരെങ്ങനെയാണ് ബോധോദയമുള്ളവയായി മാറുക എന്നതിനുള്ളൊരു വഴി എനിക്ക് പറഞ്ഞു തരണം. അല്ലേ? ക്ലിയറായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നാണ് അർത്ഥം. അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ഇത്രയും വൊക്കാബുലറി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ വേർഡ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.